എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ, വിഷയത്തെക്കുറിച്ചാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് വിശ്വാസം എന്ന നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാളോട് സംസാരിക്കുന്നതും, ഒരാളെ സ്നേഹിക്കുന്നതും, ഒരാളോട് ഏതൊരു കാര്യവും നമ്മൾ വിവരിക്കുന്നതൊക്കെ ആ വ്യക്തിയുമായിട്ട് നമ്മുടെ ആ വിശ്വാസ്യത, ആ വ്യക്തിയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നമ്മുടെ വിശ്വാസം അത് അടിസ്ഥാനപ്പെടുത്തിയാണ്. നമുക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റൂ. അപ്പോൾ അതെന്ന് പറയുന്നത്, അപ്പം നമ്മൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രകൃതി ശക്തിക്ക് തന്നെ നമ്മളെ സഹായിക്കേണ്ടതായിട്ട് വരും. പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മൾ ആത്മവിശ്വാസത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ആ ദൗത്യം ശുഭ പര്യവസായിയായി മാറണം എന്നുള്ള പൂർണ്ണമായ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അതുപോലെ തന്നെ സംഭവിക്കും. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ വിശ്വാസം എന്നത്. ആദ്യം നിങ്ങളെ വിശ്വാസം വേണം. നമ്മൾ മറ്റുള്ള മനുഷ്യനെ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതിലുപരി ആദ്യം സ്വയം ഒരു വിശ്വാസം വേണം. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും കറക്റ്റാണ്, ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ഉറപ്പുവരുത്തണം. ഒരാളോട് ഒരു ഉപദേശം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു സാഹചര്യം നമുക്കാണ് സംഭവിച്ചതെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു, അത് നമ്മളൊന്ന് തുലനം ചെയ്യണം. ഒരു താരതമ്യ പഠനം അവിടെ വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം ചിന്തിക്കുക, നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോം വഴികൾ, അതിന് പരിഹാര മാർഗങ്ങൾ, അത് മാനസികമായാലും ശാരീരികമായാലും ഏതൊരു വിഷയമായാലും നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം സ്വീകരിക്കുന്ന മാർഗം ഇതാണോ ശരിയായ മാർഗം, അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ ഈ ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊരു ചിന്ത നമ്മെ എപ്പോഴും ആഹ്ലാദപ്പെടുത്താറുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ? അതുപോലെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നത്, അടിത്തറ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സംസാരമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുക. നമ്മൾ കേട്ടില്ലേ സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം വരുന്നുണ്ട്. കാരണം സത്യം മാത്രമേ പറയൂ എന്നല്ല, അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. പറയുന്നത് സത്യമായിരിക്കണം. പക്ഷെ സത്യമായതെല്ലാം, നമുക്കറിയുന്നതെല്ലാം അനിഷ്ടമായ ആ വ്യക്തിക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കറിയുന്നതെല്ലാം അവരോട് പറഞ്ഞിട്ട് അവരിൽ ഒരു വിമ്മിഷ്ടം, ഒരു വിഷമം, ഒരു മാനസിക സംഘർഷത്തിൽ അവരെ നമ്മൾ ആക്കുന്നത് ശരിയല്ല. നമ്മൾ പറയുന്നത് സത്യസന്ധമായിരിക്കണം. കാര്യങ്ങൾ സത്യമായത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ഈ അറിയുന്ന മുഴുവൻ പറയുക, സത്യമായിട്ടുള്ള എല്ലാം പറയുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്കൊരു വിഷമം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കളവ് പറയുന്ന സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധം തീരുമാനിക്കുക, ഈ കളവ് ഞാൻ പറയില്ല. ഒരുപക്ഷെ ഈ കളവ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും, പക്ഷെ ഞാൻ കളവ് പറയില്ല, സത്യമായിട്ട് പറയുള്ളൂ. ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഞാനതിനെ നേരിടാൻ തയ്യാറാണ്. കളവ് പറഞ്ഞിട്ടുള്ള ഒരു ബെനിഫിറ്റും എനിക്ക് വേണ്ട എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മാർഗം വളരെ ക്ലിയർ ആയിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം.
നിങ്ങൾ ആലോചിച്ചു, കളവ് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാഹചര്യമനുസരിച്ച് നമ്മൾ ഓരോ വ്യക്തിയോടും, നമ്മളോട് ബന്ധപ്പെട്ട ഓരോ വ്യക്തിയോടും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാളോട് പറഞ്ഞതായിരിക്കില്ല മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുക. വേറെ ആളോട് പറയുന്നതും അവർ തമ്മിൽ എപ്പോഴും കാണുക, സംസാരിക്കും എന്നും ഇടയായാൽ നമ്മുടെ ഈ കള്ളി വെളിച്ചത്താവും നമ്മളെ പറ്റി വളരെ മോശമായിട്ടുള്ള ധാരണ അവരിലൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് നിങ്ങൾ സത്യം മാത്രമാണ് പറയുന്നതെങ്കിൽ സത്യത്തിനൊരു വശമേ ഉള്ളൂ, അല്ലേ? ഒരു കാര്യമുള്ളൂ. കളവെന്ന് പറയുമ്പോഴാണ് പലതും മാറ്റി പറയേണ്ട ആവശ്യം വരുന്നത്. അതുപോലെ ഒരു കളവ് പറഞ്ഞാൽ ആ കളവിനെ മറയ്ക്കാൻ പിന്നെയും കളവുകൾ പറഞ്ഞിട്ട് 1000 കളവുകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഒരു കാര്യത്തിന് രക്ഷപ്പെടാൻ. അവസാന വർഷം വരെ നമ്മളൊരു സ്റ്റഡി സ്റ്റാൻഡ് നമുക്കുണ്ടാവില്ല. നമുക്കറിയില്ല നമ്മളെവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത്. കാരണം നമ്മൾ പറയുന്നതൊക്കെ കളവാണ്. പിന്നെ ഒരു വ്യക്തിയോട് എന്തായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് എന്ന് ഓർത്ത് വെക്കേണ്ടി വരും. അവർ വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കുകയാണെങ്കിൽ അതേ ഉത്തരമാണ് നമ്മൾ നൽകുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതിന് നല്ല സത്യം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അല്ലേ? അത് മാറ്റി പറയേണ്ട പ്രശ്നമില്ല. പറയുന്നത് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും ആ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ആരോടും അത് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഈ വ്യക്തിയോട് എന്തായിരുന്നു കാരണം പറഞ്ഞിരുന്നത് എന്ന് ഓർത്ത് വെക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരില്ല. കാരണം നമ്മൾ പറഞ്ഞ സത്യമാണ്. അത് 10 പേരോട് പറയുന്ന ഒരേ കാര്യമായതുകൊണ്ട് നമുക്ക് ഓർക്കണ്ട. കളവാണെങ്കിൽ തീർച്ചയായും ഒരാളോട് പറഞ്ഞത് ആയിരിക്കില്ല മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുക. ഒരുപാട് നമ്മൾ വിഷമിക്കും. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ നമ്മളൊരു സങ്കീർണ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ കൊണ്ട് എത്തിക്കുകയാണ്. നമുക്ക് തന്നെ പ്രയാസം. അപ്പോൾ അതുകൊണ്ട് കളവെന്ന കാര്യം നമ്മൾ ഒഴിവാക്കുക. സത്യസന്ധമായിട്ട് പറയുക, ആവശ്യമുള്ളത് മാത്രം പറയുക, അറിയുന്നതെല്ലാം പറയാതിരിക്കുക. അതാണ് ഒന്നാമത്തെ മാർഗം. പിന്നെ നമ്മൾ വിശ്വാസം. അപ്പം ഈ വിശ്വാസം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? നമ്മൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളെ പറയൂ. ഒരിക്കലും ഈ വ്യക്തി കളവ് പറയില്ല എന്ന് നമ്മുടെ സുഹൃത്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളറിയുന്നൊരു ആൾ നമ്മളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വിശ്വാസം ഉണ്ടാവും. അവരതിൽ അടിയുറച്ച് വിശ്വസിക്കും. കാരണം അവർക്കറിയാം ഈ വ്യക്തി ഒരിക്കലും കളവ് പറയില്ല. അപ്പോൾ അങ്ങനെയൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമ്മുടെ സമീപനം ആ രീതിയിലാവണം. എന്നും പറയാറുണ്ട്, വിശ്വാസം എന്നത് ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയി തൊഴുകയാണ്. അവിടെ ഒരു വിഗ്രഹമുണ്ട്. സപ്പോസ് അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ഒരു പ്രതിഷ്ഠയായിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം പൊതുവെ പ്രതിഷ്ഠകളൊക്കെ നിർമ്മിക്കാൻ കൃഷ്ണശിലയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് പൂജാരി വരുന്നു, പൂജിക്കുന്നു, പോകുന്നു. ഒരുപക്ഷെ പൂജാരി തൻ്റെ ഒരു കർമ്മം പോലെ അല്ലെങ്കിൽ ജീവസന്ധാരണ മാർഗം അല്ലെങ്കിൽ ഒരു ആദായ മാർഗമായിട്ട് മാത്രം കണ്ടിട്ട് ചെയ്യുന്ന ഒരു പൂജാരിയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു ദൈവചൈതന്യമൊന്നും അനുഭവപ്പെടാൻ സാധ്യതയില്ല. അതേസമയം അവിടെ നിന്ന് ആ നടക്കിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ദൈവമാണ്, ഞാൻ പറയുന്ന മുഴുവൻ ദൈവം കേൾക്കുന്നു, ഈ ദൈവം എന്നെ രക്ഷിക്കും. അപ്പോൾ അത് ദൈവമാണ് എന്ന് അടിയുറച്ച് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ പ്രതിഷ്ഠയിൽ, ആ പ്രതിമ അല്ലെങ്കിൽ പ്രതിഷ്ഠ പ്രതിമയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണിച്ചു തരേണ്ടി വരും. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം കേൾക്കുന്നതിന് തുല്യമായിട്ട് മാറും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തരേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് ദൈവമാണെന്ന്. അപ്പോൾ അത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. എന്നാൽ വേറൊരു വ്യക്തി അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്ന ആ ഒരു ബ്രാഹ്മണൻ പോലും ഒരു കർമ്മം എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന പോലെയാണ്.
നിങ്ങൾ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഇതൊരു ഞാൻ എത്രയോ കാലമായിട്ട് പൂജിക്കുന്ന ഒരു പ്രതിഷ്ഠ അല്ലേ, ഒരു കല്ലാണിത്, അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന വിശ്വാസം. ഇപ്പോൾ ഈ നമ്മൾ കേട്ടില്ലേ ശബരിമലയിലൊക്കെ അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ മാറ്റിമറിച്ച് വിറ്റു, അത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഒരു സ്വർണ്ണ കൊള്ള അവിടെ നടന്നു അല്ലേ. അപ്പോൾ അവിടെ അത്ര ദൈവമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ആളുകൾ, ആധ്യാത്മിക ചിന്തയിൽ അത്രയും മുഴുകി നിൽക്കുന്ന ദൈവത്തിൻ്റെ സേവയിൽ, ഈശ്വര സേവയിൽ മുഴുകി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അത് യഥാർത്ഥത്തിൽ ദൈവമായിരുന്നെങ്കിൽ. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരിക്കലും അത് ദൈവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഭക്തൻ അങ്ങനെയല്ല. ഭക്തൻ അത്ര അടുത്ത് പോകാനും അത് തൊട്ട് തൊടാനൊന്നും സാധിച്ചില്ലെങ്കിലും അവൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഇതെൻ്റെ ദൈവമാണ്, ഇതിൽ കുടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് ആ ഭക്തൻ, യഥാർത്ഥ ഭക്തൻ കാണുന്നത്. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജാരി അടക്കമുള്ളവർക്ക് അതൊരു ദൈവമായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുകുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം വേണം, ഇത് ദൈവമാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ലതും മോശവുമായ എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു വ്യക്തിക്കും അത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളെ മനസ്സിലുണ്ട് അത് ദൈവമാണ്, ദൈവം എല്ലാം അറിയുന്നു അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദൈവം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാം അല്ലേ, നിങ്ങളെ കഷ്ടപ്പെടുത്താം, വിഷമിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും അത്തരം ഒരു പ്രവൃത്തി ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ്. ഒരേ പ്രതിഷ്ഠ, അത് ഭക്തൻ കാണുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നതൊക്കെ ഒരേ പ്രതിഷ്ഠയിലാണ്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം, അവരിൽ അടിയുറച്ച വിശ്വാസം ഉള്ളതും അതല്ല. അതേസമയത്ത് അത് ബന്ധപ്പെട്ട അടുത്ത് നിൽക്കുന്നവർക്ക്, അതിൻ്റെ ഈശ്വര സേവ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്ക് വിശ്വാസം ഇല്ലായ്മയും. ഇത് രണ്ടും ആണ് അവിടെ വിഷയങ്ങൾ. പക്ഷെ ഒരേ പ്രതിഷ്ഠയാണ്. രണ്ടുപേർക്കും രണ്ട് അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്കിലും ഭക്തൻ്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി ചെയ്ത വ്യക്തികളൊക്കെ പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെടാൻ പോവാണ്. പിന്നെ അത് നിയമത്തിൻ്റെ പല വഴികളാണ്, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും അവർ കുറ്റക്കാരാണെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടു. അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ ഈ മാന്യതയുടെ മുഖംമൂടിയൊക്കെ അവിടെ തകർന്ന് വീണു. അപ്പോൾ എന്തായാലും അത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം അവിടെ എന്തെങ്കിലും അങ്ങനെ അഴിമതി ചെയ്ത് മോശമായിട്ട് കാര്യം ചെയ്ത ആൾ പിടിക്കപ്പെടുന്നു, അവർക്ക് ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഇനി ഒരിടത്തൊരു പുതിയ വിഷയമായിട്ട് നമുക്ക് കാണാം. സൈനിങ് ഓഫ് സുരേഷ് പുന്നൂർ, പൂനെ.